എന്നാടാ ഇരി ഞാനിപ്പോ വരാം. ഇത് എവിടെയാ ഇത്? എനിക്ക് ക്ലബ്ബിൽ ചെന്നിട്ട് അർജന്റ് കാര്യമുള്ളത്. പോവാന്നേ. പെങ്ങളെ ബൈജു എന്തിയേ? ആ കാലത്തെ പോയായിരുന്നു. കാലത്താ? അവന്റെ പരോള് തീർന്ന നാളല്ലയോ? ആ എനിക്കറിയാൻ മേല. പോയി. എവിടെ പോയടാ? നമ്മുടെ ചുണ്ടൻ ബൈജുല്ലേ, മണിപ്പുഴ തങ്കച്ചനെ കൊന്നേ. അവൻ പരോള് തീർന്ന് നാളെ ജയിലിലേക്ക് പോകുന്ന കേട്ടെ. എനിക്കൊരു മരുന്ന് അച്ചായന്റെ അപ്പച്ചന് കൊടുത്തേക്കണ്ടായിരുന്നു. നാളെ പരോള് തീരുന്നവൻ ഇന്നേ മുങ്ങിയത് എന്തിന്? അവന് ജയിലിലെ മീൽ സത്രയ്ക്ക് പിടിച്ചു കാണും. നീ വണ്ടി എടുക്കടാ പോപ്പ. ആരുടെ തന്തയ്ക്ക് വായുവിളി വാങ്ങിച്ചിട്ട് വേണം പരനാറി? ഗ്ലാസ് പൊക്കി വെച്ച് ചീത്ത വിളിച്ചിട്ട് ആര് കേൾക്കാനടാ? അവന്റെ വണ്ടിയാ. MC പോളിന്റെ മകൻ ബെന്നീടാ. ഇച്ചിരി മുറ്റുകൂടലാ ചെറുക്കിന്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലും കോളേജുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഞാൻ ബന്ധപ്പെടാറുണ്ട്. അതല്ലെങ്കിൽ കോളേജ് അധികൃതർ എന്നെ ക്ഷണിക്കാറുണ്ട്. ഇപ്പൊ അവരുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ ചെല്ലുമ്പോഴൊക്കെ ആൺ പെൺ ഭേദമില്ലാതെ അവിടുത്തെ വിദ്യാർത്ഥികളുമായി എനിക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന അർച്ചന ശങ്കർ എന്ന പെൺകുട്ടിയെയും ഞാൻ അവിടെ വെച്ച് കണ്ടു കാണും. അനവധി പെൺകുട്ടികളിൽ ഒരാൾ, അതിനും അപ്പുറത്തേക്കുള്ള പരിചയം? സുഹൃത്തെ, ഈ ചോദ്യവും ഒരു മാധ്യമ പ്രവർത്തകന്റെ ജിജ്ഞാസയും, കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം, അതല്ലെങ്കിൽ പറയുന്ന മറുപടിയിൽ നിന്ന് വേണ്ട മറുപടി ഉണ്ടാക്കിയെടുക്കാനുള്ള നിങ്ങളുടെ ഈ സ്കിൽ, ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതം ഇത്തരത്തിലുള്ള ചെളിവാരിയറിയലുകളൊക്കെ സഹിക്കാൻ ബാധ്യസ്ഥമാണ്. പക്ഷേ മരിച്ചുപോയ ഒരു പാവം പെൺകുട്ടിയെ കുഴിമാടത്തിൽ നിന്ന് പുറത്തെടുത്ത് അപമാനിക്കുന്നതിനെ അത് ഉപകരിക്കത്തുള്ളൂ. ആൻഡ് ഐ റിപ്പീറ്റ്, ഐ ഡോണ്ട് നോ ദാറ്റ് ഗേൾ പേഴ്സണലി.
എപ്പോ? ഞാൻ ദേ വരുന്നു. Follow me. സർ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകും മുമ്പ് വളരെ സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക് വളരെ വേഗം നീങ്ങുന്നു. അതിന്റെ നിജസ്ഥിതിയിലേക്ക് നീങ്ങുകയാണ്. കോട്ടയത്ത് നിന്നും ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷിബു ചെറിയാൻ നമ്മോടൊപ്പമുണ്ട്. ഹലോ ഹലോ ശരത് കേൾക്കുന്നില്ല. ഹലോ ഷിബു, കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നുണ്ട്, പറഞ്ഞോളൂ. മലങ്കര കോൺഗ്രസിന്റെ അധ്യക്ഷൻ MC പോളിന്റെ മകനും മലങ്കര യുവജന ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ ബെന്നി പോളിന് അപകടം സംഭവിച്ചിരിക്കുന്നു. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ശരത്, ആദ്യം അടിസ്ഥാനരഹിതമെന്ന് തോന്നിക്കുകയും പിന്നീട് സത്യമാണെന്നറിയുകയും ചെയ്ത ഒരു വാർത്തയാണിത്. ഡോക്ടർ ബെന്നി പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ദാരുണമായ ഈ വാർത്ത അറിഞ്ഞ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി രാഷ്ട്രീയ പ്രമുഖർ ഇപ്പോൾ ആശുപത്രി പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരത്, ഇവിടെ എന്നോടൊപ്പം കോട്ടയം SP രാജഗോപാൽ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ ശ്രീ രാജഗോപാൽ പറയുന്നതായിരിക്കും. കുമരകത്തുള്ള ഡോക്ടർ ബെന്നി പോളിന്റെ ഗസ്റ്റ് ഹൌസിലെ കിടപ്പുമുറിയിലാണ് മൃതദേഹം കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയത്. ആ അതിഥി മന്ദിരത്തിലെ വാവച്ചൻ എന്ന വാച്ച്മാൻ ദാരുണമായ ഈ കാഴ്ച കണ്ടാവണം ബോധരഹിതനായ നിലയിലാണ്. അയാളെ ഈ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അയാൾക്ക് ബോധം തിരിച്ചു കിട്ടിയാൽ മാത്രമേ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ കഴിയൂ. ആരാ ഈ ചെറുക്കനെ താങ്ങിയത്? ഇവൻ വണ്ടിയും പറപ്പിച്ചിട്ട് പോകുന്നത് ഞാനും സുഖം രാവിലെ കണ്ടതാ. ചേട്ടാ, അതിന്റെ ഇടയില് കഷ്ടം. ഈ ചെറുക്കനിലായിരുന്നു പോൾ സാറിന്റെ പ്രതീക്ഷ മുഴുവൻ. അണ്ടർ ട്രെയിനിങ്ങിലായിരുന്നു പയ്യൻ. കുഞ്ഞച്ചോ, ഓ, ഒന്ന് പോണല്ലോ പാലായിക്ക്. പോവാം. എന്നാ അവരൊന്ന് പറ. മരിപ്പിന് പോകുമ്പോ അങ്ങനെ ഉണ്ട്. പിപി ഓ ശ്രീ MC പോളിന്റെ പുത്രനാണ്. എന്റെ എന്റെ കിടപ്പാടായോ ദൈവമേ. അപ്പുറത്തോട്ടെങ്ങാനും പിടിച്ചോണ്ട് പോവർഗീസേ. അയ്യോ, എനിക്ക് സഹിക്കാൻ മേലെ. അയ്യോ, എനിക്ക് വയ്യ. എന്റെ കർത്താവേ, എന്റെ മോൻ കിടക്കണ. അയ്യോ, എനിക്ക് വയ്യേ. അയ്യോ, എന്റെ പോലെ. തൃശ്ശൂരായിരുന്നു സാറേ, അതാ ലേറ്റായത്. ഇരിക്ക.
കഥ കടച്ചേക്ക്. ദാ അത് തുറന്നൊരു ഡ്രിങ്ക് എടുത്തതാ, വിസ്കി. ആ, ഞാൻ വന്നേക്കാം. താൻ കഥകിന്റെ പുറത്ത് കാണണം. ഉവ്വ. നിനക്കെടുത്തില്ലേ? ഇല്ല, വേണ്ട. ഈ കിട്ടിയത് പാപത്തിന്റെ ശമ്പളമാണല്ലേ. അത്ര വലിയ പാപമൊന്നും ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. എക്സിസ്റ്റൻസിന് വേണ്ടി ഏത് പൊളിറ്റീഷ്യനും കളിക്കുന്ന ചില ഗെയിംസ്, ചില ക്രൂക്കഡ് മൂവ്സ്, അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരു വലിയ തെറ്റ്, അല്ല തന്തയില്ലായ്മ MC പോൾ കാണിച്ചിട്ടുള്ളത് നിന്റെ അപ്പച്ചനോടാ. അയാളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കോടതി വിറ്റ്നസ് ആയിട്ട് പോയില്ല എന്നുള്ളതാ. ചെയ്തതിന്റെ തൂക്കത്തിലാവില്ലല്ലോ ശിക്ഷ. കർത്താവ് തമ്പുരാന്റെ കോടതിയിൽ ഇങ്ങനെ ആയിരിക്കും തീർപ്പ്. എന്റെ പെങ്ങള് കൊച്ചമ്മണിയോട് ഞാൻ ആവത് പറഞ്ഞതാ നിന്റെ സാറയുടെയും കെട്ട് നടത്താൻ. അവിടെ മരത്തലയിൽ അത് കയറുകയെന്ന് വെച്ചാ അതൊന്നും പറയേണ്ട സമയമല്ലല്ലോ ഇത്. ബെന്നി വലിയ പ്രതീക്ഷയായിരുന്നു, അതിന് തക്ക പൊട്ടൻഷ്യലും ഉണ്ടായിരുന്നു. ഇത്രയും നാളത്തെ അധ്വാനം മുഴുവൻ ഏൽപ്പിക്കാൻ പോന്നവനായിരുന്നു. അതാ പുറത്ത് ആ കണ്ണാടിക്കൂട്ടിൽ തമ്പാൻ ജോസഫ്. ഞാൻ വെളിയിലോട്ട് വരാം. ഉവ്വ. പ്രോത്സാഹനത്തുണ്ട്. ഇന്ന് തന്നെ പ്രതീക്ഷിച്ചില്ലല്ലോ തമ്പാനെ. അതെന്നാ വർത്തമാന ഫിലിപ്പേ? വിവരം അറിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ ഓടിയെത്താനുള്ള സമയം അതല്ലേ എടുക്കാൻ പാടുള്ളൂ. ഗ്രൂപ്പ് വേറെ, പാർട്ടി വേറെ, അതൊക്കെ അങ്ങനെ കിടക്കും. എന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ പോൾസാർ തന്നെ, അത് മാറുമോ? ഞാൻ എന്നെ എല്ലാമായെന്ന് വെച്ചാലും എന്റെ അപ്പൻ അറപ്പറ്റ ജോസഫൻ നാന്നേ, അത് മാറിയല്ലോ.